വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ രാഘവൻ നായർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് ആകെ ബഹളമാവുകയാണ്. പക്ഷെ അന്നേരം രക്ഷിക്കാനായിട്ട് ഉപേന്ദ്രനാണ് എത്തുന്നത്. ഉപേന്ദ്രൻ അതുവഴി ഇങ്ങനെ കാറിൽ കൂടി പോകുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ചേട്ടാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഉപേന്ദ്രനെ കാണുമ്പോൾ രാഘവൻ നായർ കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം രാഘവൻ നായരെയും കൊണ്ട് ഉപേന്ദ്രനാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. എന്നിട്ട് കൊണ്ടുവന്ന് ഇറക്കുകയാണ്. എന്നിട്ട് ഞാനാണ് അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സത്യഭാമയോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഏട്ടനെ നമുക്ക് മലേഷ്യയിൽ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സത്യഭാമയുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് ഉപേന്ദ്രനോട് ശ്രമിക്കുകയാണ്. പക്ഷേ ഭാമ അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ അവിടെ വിശ്വസിക്കുന്നുമുണ്ട്. അതിനുശേഷം ഉപേന്ദ്രൻ തിരിച്ച് ഇങ്ങനെ കാറിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് സുസ്മിതയെ ഫോൺ ചെയ്യുന്നുണ്ട്. യുദ്ധകളത്തിൽ കറക്റ്റായിട്ടുള്ള രീതിക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. സുസ്മിതയോട് ഫോൺ വിളിച്ച് പറയുകയാണ്, വീണ്ടും അവിടെ കയറി പറ്റി എന്നുള്ള വിശ്വാസം പിടിച്ചു പറ്റി എന്നുള്ളത് സുസ്മിതയെ അറിയിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവിടെ മഹേന്ദ്രൻ്റെ മാണിക്കോത്ത് വീട്ടിലേക്ക് ശാലിനിയും ശിവനും കൂടി എത്തുന്നുണ്ട് ചന്ദ്രയെ കാണാനായിട്ട്. ചന്ദ്രയെ കണ്ട് സംസാരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് സമ്മതിക്കില്ല എന്നുള്ള രീതിക്ക് തന്നെ മഹേന്ദ്രൻ നിൽക്കുകയാണ്. മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അവരെ അകത്തേക്ക് പോലും കയറ്റുന്നില്ല. പക്ഷേ ഈ സമയത്താണെങ്കിൽ അവിടെ ഒരു സ്ത്രീ സംരക്ഷണ സമിതിയുടെ ആ ഒരു ആൾക്കാരൊക്കെ എത്തുന്നുണ്ട്. അന്നേരം കുറേ സ്ത്രീകളാണ് വരുന്നത്. അതിലൊരാൾ പറയുന്നുണ്ട്, ഇങ്ങനെ നമുക്ക് വീടൊന്ന് പരിശോധിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ഒരു കൂസലും ഇല്ലാതെ പറയുന്നുണ്ട്, കയറി പരിശോധിച്ചോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് അവരും പോലീസും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അച്ഛൻ തന്നെ തടവിൽ വച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇതിൻ്റെ കീഴിലാണ് അവർ വന്നിരിക്കുന്നതൊക്കെ. തുടർന്ന് അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ചന്ദ്രയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ശാലിനിയും ശിവനും ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുകയാണ്. വീട്ടിൽ ചിലപ്പോൾ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും, രക്ഷിച്ചുകൊണ്ട് പോകാമെന്നുള്ള രീതിക്ക്. പക്ഷേ അതവിടെ നിന്ന് നടക്കുന്നില്ല. അന്നേരം പോലീസും അവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയ ശേഷം മഹേന്ദ്രൻ കളിയാക്കുന്നുണ്ട്. മുക്കും മൂലയും ഒക്കെ പരിശോധിച്ചോ, എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ മഹേന്ദ്രനാണെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ചന്ദ്രയെ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ശിവന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം ശാലിനിയൊക്കെ ആകെ നിരാശയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം അവിടെ നിന്ന് അവരൊക്കെ പോവുകയാണ്. പക്ഷേ ശിവനാണെങ്കിൽ ഒരു മഹേന്ദ്രൻ്റെ ആ ഒരു ഗോഡൗൺ എന്ന പോലെയാണ്. മുൻപൊരിക്കൽ പ്രകാശനെ വെച്ചിരുന്ന ആ ഒരു സ്ഥലം എന്ന പോലെ കാണിക്കുന്ന ഒരു ഗോഡൗണിലേക്ക് ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം അവിടെ കുറേ ഗുണ്ടകളൊക്കെയാണ് കാണിക്കുന്നത്. ശിവൻ അവരുമായിട്ട് ഏറ്റുമുട്ടുന്ന ആ ഒരു സീനുമാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ മഹേന്ദ്രൻ അവിടെ ചന്ദ്രയെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മുൻപൊരിക്കൽ പ്രകാശനെ ശിവൻ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയതല്ലേ. അപ്പോൾ ഇപ്പം അവിടെ നിന്ന് രക്ഷിക്കാൻ ചന്ദ്രയെ കൊണ്ടുപോകാനായിട്ട് ശിവന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. പിന്നീട് ഉപേന്ദ്രൻ വീണ്ടും ഇവിടെ കയറി പറ്റി അങ്ങനെയുള്ള രീതിക്കൊക്കെയാണ് കഥ പോകുന്നത്. ബാക്കി എന്താകും എന്നുള്ളത് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.